ഞാനിത് ഓൾഡ് ഗോവയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, മഡ്ഗോവയിലേക്ക് ഇങ്ങനെ നമ്മളെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആടുന്ന് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. കൊംകോളിം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചിരുന്നല്ലോ, കൊംകോളിം. അവിടുന്ന് ആണ് ഞാൻ യാത്ര തിരിച്ചത്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് ഏകദേശം ഒരു 16 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ മഡ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലം എത്തും. ഇപ്പം ഏകദേശം നമ്മൾ മഡ്ഗാവ് എത്തി. ഇനി കാറ് പാർക്ക് ചെയ്യുക. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിംഗ് സെൻറ്ററിലാണ് കാറ് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമില്ല. ആ വലിയ ബിൽഡിംഗ് കാണുന്നില്ല, ആ സൈഡിലേക്ക് കൂടെ ബാക്കോട്ട് നടന്നു കഴിഞ്ഞാൽ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബസ് സ്റ്റാൻഡിലെത്തും, മഡ്ഗോവ ബസ് സ്റ്റാൻഡിലെത്തും. ഇവിടെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്ത് വൈകുന്നേരം നീ കത്ത് ഏത് അങ്ങ് അതല്ലേ ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ട് പ്രൈവറ്റ് ബസ് മാത്രമല്ല, വേറെ ബസ് കാണുന്ന തന്നെ ബസ് സ്റ്റാൻഡ്. കദംബ ബസ് സ്റ്റാൻഡ്. കദംബ ബസ് സ്റ്റാൻഡ് നമ്മളെ KSRTC. കറക്റ്റ് ടൈം എത്തൂലേ ഇന്ന് ഓഫീസിൽ? 9 മണിക്ക്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ഷനിലാണ് പഞ്ചിമ് വരുന്നത്. ഓൾഡ് ഗോവ ഞാൻ ചോദിച്ചു പോയി. ഓൾഡ് ഗോവയിൽ പോകണമെങ്കിൽ ആദ്യം പഞ്ചിമ ഇത് ഈ ബിൽഡിംഗ് വഴി പോകണ്ടെന്നെല്ലാം പറഞ്ഞ സ്ഥലത്തേക്ക് കൂടെ പോയി കഴിഞ്ഞാൽ എനക്കല്ല വേറെ അവിടെ എത്താൻ സാധിക്കും. ഓൾഡ് ഗോവയിൽ ഞാനിപ്പം ഡയറക്റ്റ് ബസ് പിടിച്ചിട്ട് പോകാനാണല്ലോ പ്ലാനിങ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിന്റെ മഡ്ഗോവയുടെ നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് നടന്നുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഓൾഡ് ഗോവയിൽ പോകേണ്ട ബസ് കിട്ടും. ഇവരോടൊന്ന് ചോദിച്ചു നോക്കുന്നു. ലാസ്റ്റ് ഓക്കെ. എൻ്റെ അടുത്ത് ചില്ലറില്ലായിരുന്നു, അതുകൊണ്ട് പല കടകളിലും അന്വേഷിച്ച് ഒരു 20 മിനിറ്റ് അന്വേഷിച്ചിട്ട് എത്ര ചില്ലറ കിട്ടുന്നു. ബസ്സിന് ചിലപ്പോൾ കണ്ടക്ടർ ചില്ലറ ഉണ്ടാവും. കുറേ പ്രാവശ്യം അബദ്ധം പറ്റിയോണ്ട് ഞാൻ ചില്ലറയൊക്കെ റെഡിയാക്കി വെച്ച് ബസ്സിന് കയറി. ഇപ്പോൾ ഓൾഡ് ഗോവ ബസ്സിലായില്ല, പഞ്ചിം ഡയറക്ഷനിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ഓവർ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പാലം വരുമല്ലോ, പഞ്ചും അവിടെ ഒരു ഇതുണ്ട്, വലിയൊരു പാലമുണ്ട്, ഫ്ലൈ ഓവർ. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ടുള്ളൊരു റോഡിനാണ്, ഒരു സൈഡ് റോഡുണ്ട്, അതിലെ കൂടെയാണ് ഈ ഓൾഡ് ഗോവയിലേക്കെല്ലാം പോകുന്നത്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതി ദൂരം പിന്നിട്ടു ഞാൻ. ആ പഞ്ചിമിൻ്റെ അവിടെ എത്താനാവുന്നതിന് മുമ്പേ ഇതിൻ്റെ ബ്രിഡ്ജ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആ ബ്രിഡ്ജ് എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. ഇതിൻ്റെ താഴെ ഈ കടലിൻ്റെ കരയിൽ ഇവിടെ കുറേ ഇതുണ്ട്, കാസിനോ ഗെയിം കളിക്കുന്ന സ്ഥലം. പണം വാരിയെറിഞ്ഞ് പണം നേടുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക എന്നാണ് കാസിനോടെ എയിം. ചിലപ്പം കോടീശ്വരനാവും, അധികം ദരിദ്രന്മാരാവും, ഒന്നും പറയാൻ കഴിയില്ല. വേണമെങ്കിൽ കളിക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. പണം ഒരുപാടുണ്ടെങ്കിൽ കളിച്ച് കളയാം, ചിലപ്പം കിട്ടാം. അങ്ങനെ ആ ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് താഴോട്ടുള്ള ഒരു റോഡ് പോയി. അങ്ങനെ താഴോട്ട് പോയി ഓൾഡ് ഗോവയിലേക്ക് പോകുന്ന റോഡിലേക്ക് നമ്മൾ ഇറങ്ങി. ഓൾഡ് ഗോവ റോഡിൽ ഇറങ്ങിയിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നല്ല അടിപൊളി യാത്രയായിരുന്നു. മനസ്സിന് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്രയാണ് ഈ ഓൾഡ് ഗോവ യാത്ര. പഴയ പോർച്ചുഗീസുകാരുടെ കാലത്തിലെ പഴയ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാം. ഇനി ഞാൻ കാണിക്കുന്ന ബിൽഡിങ്ങൊക്കെ കുറച്ച് ഓൾഡ് ടൈപ്പ് ഡിസൈനൊക്കെ ആയിരിക്കും. അത് പോർച്ചുഗീസുകാരുടെ കാലത്തേ ഇല്ല, വലിയ മാറ്റമൊന്നും അതിൽ വന്നിട്ടില്ല. ഇതൊക്കെ നോക്കൂ, പഴയ കാലത്തിലെ ബിൽഡിങ്ങും അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതിയും ഉപയോഗിച്ച് ചെയ്തതാണ്. ഈ വീടൊക്കെ നോക്കൂ, പഴയ കാലത്തെ ഒരു മോഡൽ. പക്ഷേ പോർച്ചുഗീസ് ആയതുകൊണ്ട് കുറച്ച് മോഡേൺ സ്റ്റൈലുമാണ് ആ വീടൊക്കെ. പഴയ കാലമാണെങ്കിലും പഴയ കാലത്തെ മോഡേൺ വീടുകളാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ യാത്ര ചെയ്യുന്ന സൈഡ് വീട് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കൂടി കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ പൈസയൊക്കെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇതൊരു രസമാണ് സംഭവം, നമ്മൾ ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ മറന്നു പോകില്ലേ. അപ്പോൾ ഒന്ന് ഈ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലവും എല്ലാം കാര്യങ്ങൾ നമ്മൾ പോയതും എല്ലാം ഒന്നും കൂടി ഓർമ്മ വരും. അത് മനസ്സിനൊരു സുഖമാണ്. നമ്മൾ ഇടയ്ക്ക് പിന്നെയും വരും, എന്നാലും ആ പണ്ട് പോയത് അത് എന്നേരം പോയത് തന്നെയാണല്ലോ. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയുണ്ട് ഗുണം. അങ്ങനെ ഓൾഡ് ഗോവ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ഏകദേശം ഓൾഡ് ഗോവ ചർച്ചിൻ്റെ അടുത്ത് എത്താനായി. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ബാക്കിയായതുകൊണ്ട് കുറേ അലങ്കാരപ്പണികളൊക്കെ വീട്ടിന് ചുറ്റും ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും അലങ്കരിച്ച് വെച്ചിട്ടാണ്. ഇവിടെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആഘോഷമാണ്. യൂറോപ്പുകാർ അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് ഓൾഡ് ഗോവ ചർച്ച് എത്തുന്നതിന് മുമ്പേ ഉള്ള വേറൊരു പള്ളിയാണിത്. എല്ലാ പള്ളിയും പഴയ പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിലുള്ള പള്ളികളാണ് കേട്ടോ. ഞാനിപ്പം കാണിച്ചതും അതും ഇതെല്ലാം വലിയ കല്ലുകളൊക്കെ കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ്. ഇപ്പം ഞാൻ ബസ് ഇറങ്ങി കേട്ടോ ഓൾഡ് ഗോവ. ഇനിയിപ്പോൾ ഇവിടുന്ന് നടന്നിട്ടും പോവാം, വേണമെങ്കിൽ ഷട്ടിൽ ബസ് കിട്ടും. ചെറിയ ഒരു 500-600 മീറ്റർ ദൂരത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഷട്ടിൽ ബസ്സിന് ഞാൻ കയറുകയാണ്. അങ്ങനെ നമ്മൾ ഓൾഡ് ഗോവ ചർച്ചിന്റെ അടുത്തുള്ള സ്ട്രീറ്റിലേക്ക് കൂടി ഇങ്ങനെ ഷട്ടിൽ ബസ്സിന് കയറി ഇനി ചർച്ചിന്റെ അടുത്ത് ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങി. പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ എക്സ്പോസിഷൻ നടക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെ തിരക്ക് അനുഭവപ്പെടുന്നത്. 10 കൊല്ലത്തിൽ ഒരിക്കലാണ് ഇവിടെ എക്സ്പോസിഷൻ നടക്കുന്നത്. അതാണ് ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. നല്ല ജനത്തിരക്കുണ്ട്. ഞാനിവിടെ നടന്ന ആദ്യം ഓൾഡ് ഗോവ ഒരു കല്ലുകൊണ്ടുള്ള ചർച്ചുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ എക്സ്പോസിഷൻ നടക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലുള്ള ഓൾഡ് ഗോവ ചർച്ചിൻ്റെ ചെങ്കല്ല് കൊണ്ടുള്ള ഒരു പള്ളിയുണ്ട്. അവിടെയാണ് ആദ്യം ഞാൻ പോകുന്നത്. ഓൾഡ് ഗോവ ചർച്ചിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടില്ല, ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടില്ല, എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയി നോക്കാം. ഫുൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കാണുന്നതായിരുന്നു ഓൾഡ് ഗോവ ചർച്ച്. ഇത് ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം മുമ്പേ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് സംഭവം. അങ്ങനെ ഞാനിവിടെ നമ്മളെ ഓൾഡ് ഗോവ ചർച്ചിൽ എത്തിച്ചേർന്നു കേട്ടോ. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ കാണുന്നുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇപ്പം അധിക ദിവസമായിട്ടില്ലല്ലോ. ന്യൂ ഇയർ ആഘോഷവും ക്രിസ്മസും എല്ലാം ഇവിടെ വമ്പിച്ച ആഘോഷമാണ് ഈ ഗോവയിൽ നടക്കുന്നത്. ഇവിടെ ഈ ഓൾഡ് ഗോവ ചർച്ചിലും വമ്പിച്ച ആഘോഷമാണ്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഓൾഡ് ഗോവ ചർച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓൾഡ് ഗോവ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ പള്ളിയാണ്.
ഭയങ്കരപ്പെട്ട ഒരു കൺസ്ട്രക്ഷനാണ്. പണ്ട് പോർച്ചുഗീസുകാരുടെ കാലത്തിൻ്റെ കൺസ്ട്രക്ഷനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എവിടെയെങ്കിലും ബിൽഡിങ് ഇതുപോലെ ഇല്ല, കേരളത്തിലെല്ലാം എല്ലാ ബിൽഡിങ് ഇതുപോലെ തന്നെ ഇല്ല, ചെങ്കല്ലുകൊണ്ടുള്ള ബിൽഡിങ് എല്ലാം അറ്റകുറ്റപ്പണിയൊക്കെ നടത്തിയിട്ട് ഇതുപോലെ ടൂറിസത്തിനായിട്ട് തുറന്നു കൊടുക്കണം. അതിൽ സിമൻറ്റും ഇതൊന്നും വെച്ച് തേക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ബ്യൂട്ടി പോവും. ഇതിൻ്റെ ബ്യൂട്ടി വേറെ ഒന്നിനും കാണുന്നില്ല. ഞാൻ കാണുമ്പം ഇത്രയും സൗന്ദര്യം മറ്റേ സിമൻ്റ് ഇട്ട സാധനത്തിന് കിട്ടുന്നില്ല. ഇത് കാണാനാണ് ആൾക്കാർ ദൂരത്തുനിന്ന് പോലും വരുന്നത്, ഈ പള്ളി കാണാൻ. പിന്നെ ഭക്തി ഉള്ള ആൾക്കാരും വരുന്നുണ്ട് ഈ പള്ളിയിൽ. ഇത് ടൂറിസം മാത്രമല്ല, ഒരു ഭക്തിയുടെ ഭാഗമായിട്ട് ആണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. അതിൻ്റെ മേലെ കാണുന്നുണ്ടോ, അത് ഈ പള്ളിയിലെ മണിയാണ്, പഴയ കാലത്തിൻ്റെ. എന്തെല്ലാം എത്ര വലിയ കല്ലുകൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. പണ്ടത്തെ കാലത്താണ് ഇത് ചെയ്തിനെന്ന് ഓർക്കണം. എത്ര പണിയെടുത്തിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഇല്ല കല്ലിൻ്റെ ഏകദേശം ഒരു 4 ഇരട്ടി വലിപ്പമില്ല കല്ലാണ് കാണുന്നത്. അത് പ്രശ്നമില്ലപ്പാ, കോയി പ്രോബ്ലം തന്നെ. ആ ലൈറ്റ് അടിക്കുന്നില്ല അതിൻ്റെ നിഴലായിട്ട്. പള്ളിയുടെ ബാക്ക് സൈഡിലാണ് ഞാനില്ലോ. ഇപ്പം ബാക്ക് സൈഡിൽ നിന്ന് മെല്ലെ നടന്ന് ഇങ്ങോട്ട് വന്നതാണ്. എന്താ രസം. ഇതെന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് ഭാഗം ഇങ്ങനെ പന്തൽ കെട്ടിയിരിക്കുകയാണ്. पहिले चिटी वेले वाचो ब्रिटिशांनो फोडकिरो कोण जेजू जो कोण क्रिस्त म्हणून वाचयला ते हे
साधनाचें जिवीत तुमकां फसूंक पावतात तांचे विशीं इतलें तुमकां बरयलां. देवा कडची तुमी घेतल्या ती मागणी तुमचे सोबे आसता. देखून दुसऱ्या कोणाचेच शिकवणेची तुमकां गरज ना. पूण ताचे मागणे वरवीं जी तुमकां शिकवण मेळटा ഞാനിങ്ങനെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കാഴ്ചയാണ്, കണ്ണുകൊണ്ട് ഒരു സിനിമയിലേക്ക് ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ നടന്ന് നോക്കുമ്പോൾ. യാത്ര ഏകദേശം ഇവിടെ മഡ്ഗോവ ബസ് സ്റ്റോപ്പിൽ അവസാനിപ്പിക്കുകയാണ് ഇന്ന്. ഓൾഡ് ഗോവ ചർച്ചിലേക്കാണ് ഇന്ന് പോയത്. അത് ഓൾഡ് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഏകദേശം പഞ്ചിമിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് ബസ് കയറുന്ന ഓൾഡ് ഗോവ ബസ് കിട്ടും, അല്ലെങ്കിൽ പഞ്ചിമ് പോയിട്ട് ബസ്സിന് കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾഡ് ഗോവ ചർച്ചിൽ സെൻറ്റ് സേവിയർ ഫ്രാൻസിസിൻ്റെ എക്സ്പോസിഷൻ നടക്കുകയായിരുന്നു. അതൊക്കെ കാണാൻ പറ്റിയ ഒരു വലിയൊരു അനുഭവമായിരുന്നു അത്. ബീച്ച്, കൺകോണ അതെല്ലാം ആ സൈഡിലോട്ടാണ് വരുന്നത്. ഏകദേശം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഇല്ലു. പിന്നെ